വരലക്ഷ്മി പൂജയുടെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോ ഉള്ളൂ എന്ന് വെച്ചാൽ ഞങ്ങൾ പൂജ ചെയ്യുന്ന സമയത്ത് ആരും ഇല്ലായിരുന്നു വീഡിയോ എടുക്കാൻ. അപ്പോൾ ഞാനും ഗൗരിയും പൂജ എടുക്കുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ നവനീതും തേജും ചേട്ടനൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അവരൊക്കെ വന്നിട്ട് പോയായിരുന്നു. അതുകൊണ്ട് കുറച്ച് വീഡിയോ എടുത്ത്. അപ്പോൾ ഞാനും ഗൗരിയും കൂടെ ഒരുങ്ങിയിട്ട് ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. ഇതാണ് കോഴഞ്ചേരി പാലം കേട്ടോ. അപ്പോൾ പാലം കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഞങ്ങളുടെ കട. ഒത്തിരിയും പേര് ചോദിച്ചായിരുന്നല്ലോ എവിടെയാണ്. അപ്പോൾ കണ്ടോ, ഇത് കട അല്ല, ഇത് പാലം കഴിഞ്ഞ് ദേണ്ട തേജു അവിടെ നിൽപ്പുണ്ട്. ഞാൻ കൈ കാണിച്ചപ്പം വേറെ 2 പേര് എന്നെ കൈ കാണിച്ചു കേട്ടോ. വേണ്ട, ഇതാണ് ശ്രേയസ്, ഞങ്ങളുടെ കട ഇതാണ്. അപ്പോൾ തേജു അവിടെ നിന്ന് കൈ കാണിച്ച്. ഇതിൻ്റെ തൊട്ട് പുറകേലാണ് അമ്പലം കേട്ടോ. ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ കുറച്ച് പേരേ ഉള്ളായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യമേ തന്നെ സ്ഥലം പിടിച്ചിരുന്നു. സ്ഥലം പിടിക്കാനൊന്നും നേരത്തെ അങ്ങനെയൊന്നും കുഴപ്പമില്ല, ഇച്ചിരി ആൾക്കാരുള്ളതുകൊണ്ട് പിന്നെ സ്ഥലമൊക്കെ ഒത്തിരി ഉണ്ട്. എങ്കിലും ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ആദ്യമേ തന്നെ ഇരുന്ന് കേട്ടോ. അപ്പോഴത്തേക്ക് 7-8 പേരും കൂടെ വന്നായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കോലമൊക്കെ വരച്ച്, ഇല വെക്കുന്നതിന് മുമ്പ് കോലം വരയ്ക്കാറുണ്ട്. അപ്പോൾ കോലമൊക്കെ വരച്ചിട്ട് ഞങ്ങൾ തന്നെ ഇലയൊക്കെ ഇട്ട് വിളക്കൊക്കെ വെച്ചു. വീട്ടിൽ നിന്ന് തന്നെ എല്ലാം തയ്യാറാക്കിയാണ് കൊണ്ടുപോയത്. പിന്നെ നവരാത്രിക്കാണ് ഞാൻ വീട്ടിലാണ് സാധാരണ ഒരു 5-6 വർഷം കൊണ്ട് വരലക്ഷ്മി പൂജ ചെയ്യാറ് പതിവ്. ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ ലക്ഷ്മി ദേവി ഇങ്ങനെ വിളക്കിനെയൊക്കെ ഒരുക്കി പൂമാലയൊക്കെ ഇട്ട് നല്ലതുപോലെ ഇട്ട് എന്നിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ അമ്പലത്തിലൊന്നും അവരാണ് ചെയ്യേണ്ടത്, അവരാണ് ചെയ്യേണ്ടത്, നമ്മളല്ല ചെയ്യേണ്ടത്. നമ്മൾ വിളക്കും മറ്റു സാധനങ്ങളൊക്കെ കൊണ്ടുപോയാൽ മതി. ഇനി നവരാത്രിക്കാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ 9 ദിവസവും ദേവിയെ നല്ലതുപോലെ ഒരുക്കി, അന്ന് ഞാൻ കാണിച്ചു തരാവേ വീഡിയോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. 9 ദിവസവും ഞാൻ ദേവിയെ ഒരുക്കി, മുഖമൊക്കെ നല്ല ദേവിയുടെ മുഖമൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ. കൈയും കാലും ദേവിക്ക് അണിയാനുള്ള ആഭരണങ്ങൾ, സാരികൾ എല്ലാം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതൊക്കെ ഒരു ബോക്സിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ നവരാത്രിക്ക് ഞാൻ ഒരുക്കുമ്പം നല്ല അടിപൊളിയായിട്ട് ഒരുക്കും കേട്ടോ. ഭാഗ്യമുണ്ടെങ്കിൽ ഈ വർഷം എനിക്ക് ഒരുക്കാനുള്ള ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ ഒരുക്കി നിങ്ങളെ വീഡിയോ ഇട്ട് കാണിക്കാം. ഈ വരലക്ഷ്മി പൂജ പ്രധാനമാണ്. എങ്കിലും വരലക്ഷ്മി പൂജയേക്കാൾ സുമംഗലികൾ, ഞങ്ങളുടെ GSBയിലെ സുമംഗലികൾ പ്രാധാന്യം കൊടുക്കുന്നത് നവരാത്രി ആഘോഷമാണ് കേട്ടോ. നവരാത്രി ഈ 9 ദിവസങ്ങളിൽ ദേവി അലങ്കരിച്ച് ഓരോ ദിവസം ഓരോ നിവേദ്യങ്ങൾ ചെയ്യും കേട്ടോ. ഇന്ന ദിവസം ഇന്ന നിവേദ്യം എന്നുണ്ട്. ഒരു ദിവസം കടല, ഒരു ദിവസം പട്ടാണി, അങ്ങനെ ഇന്ന ദിവസം ഇന്ന നിവേദ്യം ചെയ്തൊക്കെയാണ് ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ സുമംഗലികൾ പരസ്പരം അങ്ങോട്ട് അഷ്ടമംഗല്യത്തിൻ്റെ വീടോ ഇങ്ങനെ വെറ്റില പാക്കൊക്കെ കൊടുത്ത്, അഷ്ടമംഗല്യം വേണമെങ്കിൽ നമുക്ക് സാരി, ബ്ലൗസ് എല്ലാം കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് കൊടുക്കാം. പിന്നെ വള, കുങ്കുമം, പൊട്ട് ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അതൊക്കെ നവരാത്രിയുടെ സമയമാകുമ്പോൾ ഞാൻ വീഡിയോ ഇട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ഈ വരലക്ഷ്മി പൂജയ്ക്ക് നമ്മൾ അഷ്ടമംഗല്യ തട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വിളക്കിലാണ് നമ്മൾ മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് നമ്മൾ പൂക്കൾ അർപ്പിക്കേണ്ടത്. അപ്പോൾ വിളക്ക് നല്ലതുപോലെ ഇരിക്കും. ചന്ദനം, പൊട്ട്, പിന്നെ കുങ്കുമം എല്ലാം ഇട്ട് അലങ്കരിച്ച്, പിന്നെ നമ്മൾ അഷ്ടമംഗല തട്ട്, പിന്നെ പൂക്കൾ, പിന്നെ നിവേദ്യത്തിന് ഫ്രൂട്ട്സ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട്, പിന്നെ ഗണപതി ഒരുക്കുണ്ട്, എല്ലാം വെച്ചിട്ടാണ് നമ്മൾ പൂജ ചെയ്യുന്നത്. അതും കുങ്കുമം തൊട്ടാണ് പൂജ ചെയ്യേണ്ടത്. പിന്നെ ഈ വരലക്ഷ്മി പൂജയ്ക്ക് പ്രാധാന്യമുള്ളത് ഇതിന് ചരടും കൂടെ വെച്ച് പൂജിക്കുന്നു. അതായത് കൈ കെട്ടാനാണ് ചരട്. ചില സ്ഥലങ്ങളിൽ ഈ ചരട് പൂജിച്ചതിന് ശേഷം ചില ഗ്രാമങ്ങളിലാണെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നു, ഭർത്താവ് ഭാര്യയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നു. പക്ഷേ ഇവിടെയൊക്കെ ആണെങ്കിൽ പരസ്പരം സുമംഗലികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിൽ കെട്ടി കൊടുക്കുന്നു. കയ്യിൽ കെട്ടിയിട്ട് പിറ്റേന്ന് രാവിലെ കുളിച്ച് ശുദ്ധമായിട്ട് വന്നിട്ട് ഈ ചരട് അഴിച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ പാലൊഴിച്ചിട്ട് അതിനകത്ത് മുക്കി വെച്ച് തുളസി തറയിൽ കൊണ്ട് ഇടുന്നു. അങ്ങനെയാണ് ഈ വരലക്ഷ്മി പൂജയ്ക്ക് ആ ഒരു പ്രത്യേകതയുള്ളൂ ഇതിന്. പിന്നെ വേറെ ഒന്നുമില്ല, സാധാരണ ലക്ഷ്മി പൂജ പോലെ തന്നെയാണ്. सर्वमंगलमांगल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यंबके शिवे सर्वार्थसाधिके शरण्ये त्र्यंबके गौरी नारायणी नमोस्तुते सर्वमंगलमांगल्ये ओम सर्वमंगलमांगल्ये शिवे सर्वार्थसाधिके
ആ ഫോളോ ചെയ്യുന്നുണ്ട്. എൻ്റെ മോളാ, ഞാൻ പറയാം. എന്നെ കാണിച്ചിട്ടപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു, മോക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടല്ലേ അത്രയും അഭിമാനത്തോട് പറയുന്നത്. ഇവിടെ നല്ലൊരു ഇംപ്രഷൻ, അതൊരു നല്ല കാര്യമല്ലേ പറയുന്നത്. പിന്നെ ആടാണ്. അങ്ങനെ ഇന്നത്തെ വരലക്ഷ്മി പൂജയൊക്കെ കഴിഞ്ഞു. ഉള്ള വീഡിയോ ഞാൻ എല്ലാം നല്ലതുപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ പേരെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇനിയും പ്രാർത്ഥിക്കേ. പിന്നെ ഇനി ആഹാരമൊക്കെ കഴിക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞേട്ടോ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞേട്ടോ, നല്ല വീഡിയോ ആണ്, എന്നും ഇങ്ങനെയൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിക്കാനിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇപ്പം നവനീതും തേജും ഒന്നും വന്നിട്ടില്ല കേട്ടോ, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഇവിടുത്തെ പ്രസാദമാണ്. പിന്നെ കഴിക്കാൻ വേണ്ടി റവയുടെ ഉപ്പുമാവും പിന്നെ കിഴങ്ങിൻ്റെ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും എന്നും നല്ലത് വരാൻ വേണ്ടി തീർച്ചയായും ഞാൻ പ്രാർത്ഥിക്കാം.